ആദ്യത്തെ റെസിപ്പി പഴവും റവയൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണ്ട, നമ്മുടെ വീട്ടിലെപ്പോഴുള്ള സാധനങ്ങളെല്ലാം മതിയാവും. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള 3 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയൊരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പഴം ഏകദേശം ഒന്ന് വഴന്നു വന്നാൽ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്തുകയും ചെയ്യാം. അപ്പോൾ പഴം ഏകദേശം ഒന്ന് ആയി വരുന്ന സമയത്താണ് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സാക്കി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റവ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. പിന്നെ റവ ചേർത്ത ഉടനെ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. റവ വെന്ത് കിട്ടാൻ വേണ്ടി വേറെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പഴത്തിൽ തന്നെ ഓൾറെഡി ചെറിയൊരു നനവുണ്ടാവും. അപ്പോൾ ആ ഒരു നനവിൽ കിടന്നിട്ട് റവ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് 1 കപ്പ് റവ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റവ ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എത്രത്തോളം റവ ഇതിലേക്ക് ചേർക്കണമെന്ന് നമുക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നോക്കിയിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവായി കിട്ടണം. അപ്പോൾ അത്രയും റവ ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറി വരുന്ന സമയത്ത് കയ്യിൽ വെച്ചിട്ട് ചെറിയ ബോൾസാക്കി കയ്യിൽ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. റൗണ്ടിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. റൗണ്ട് ഷേപ്പിലും അതുപോലെ തന്നെ ഉന്നക്കായുടെ ഷേപ്പിലൊക്കെ നമുക്ക് ഉരുട്ടിയെടുക്കുകയും ചെയ്യാം. പിന്നെ ഇതുപോലെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താലും മതിയാവും. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ ഓരോ ബോൾസാക്കി എടുക്കുന്ന സമയത്ത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്താലും മതിയാവും. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഓരോന്നിൻ്റെ സെൻറ്ററിലായിട്ട് കടലയുടെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്ന് മാത്രം. അതുപോലെ തന്നെ നട്ട്സൊക്കെ വേണമെങ്കിൽ ഈ ഒരു മിക്സിൽ ചേർത്തിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. നട്ട്സും കൂടെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചു വിട്ടിട്ട് 2 ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് വെന്ത് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഓൾറെഡി ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുള്ളതാണ്. ഇനി ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് കിട്ടിയാൽ മതിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാ ഭാഗവും കളറൊക്കെ മാറി ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ ഇനി പാനിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം റവയൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത റെസിപ്പി പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം പ്രത്യേക ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു പിഞ്ച് അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. ഒരുപാട് ലൂസായിട്ട് പോകരുത്, കുറച്ചൊരു കട്ടിയായിട്ടുള്ള ബാറ്ററാക്കി തന്നെ എടുക്കാം.
ഇനി ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ്. ഞാനിപ്പോൾ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഒരു 3 നേന്ത്രപ്പഴം വെച്ചിട്ട് തന്നെ അത്യാവശ്യം കൂടുതൽ അളവിൽ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം പഴം തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ സ്റ്റിക്കായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കോൺഫ്ലെക്സ് ആണ് കേട്ടോ. കോൺഫ്ലെക്സ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി കോൺഫ്ലെക്സ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടി എടുത്താലും മതിയാവും, അതായാലും ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ കോൺഫ്ലെക്സ് തന്നെയാണ്. ഓട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ, പക്ഷേ ഓട്സിനേക്കാളും നല്ലത് ബ്രെഡ് പൊടി തന്നെ ആയിരിക്കും. അപ്പോൾ കൈ വെച്ചിട്ട് കോൺഫ്ലെക്സ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പഴത്തിൻ്റെ പീസും ഇതുപോലെ മാവിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ ഈ ഒരു കോൺഫ്ലെക്സിൻ്റെ ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കോട്ട് ചെയ്തെടുത്ത ഉടനെ തന്നെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കോട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഫ്രഷ് ആയിട്ട് കോട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്റർ മൈദ വെച്ചിട്ടുള്ള ബാറ്റർ അത്യാവശ്യം നല്ല കട്ടിയായിരിക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവുക. കോട്ട് ചെയ്തെടുക്കാനൊക്കെ ഒന്നും കൂടെ ഈസി ആയിട്ടുണ്ടാവുക. അങ്ങനെ കുറച്ചൊരു കട്ടിയായിട്ട് നിൽക്കുമ്പോഴാണ്. അതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കോൺഫ്ലെക്സിൽ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ആ ഫോർക്ക് വെച്ചിട്ട് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ബാറ്ററിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഫോർക്കും ഇതൊരു കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഫോർക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് മാവൊന്നും അതിൽ വീഴാതെ കോൺഫ്ലെക്സ് കൂടുതൽ വേസ്റ്റ് ആവാതെ നമുക്ക് കറക്റ്റായിട്ട് കോട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇനി ഇതൊരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചു വിട്ടിട്ട് 2 ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഈ ഒരു നമ്മുടെ സാധാരണ പഴംപൊരിയുടെ ഏകദേശം ഒരു കൂട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പുറം ഭാഗത്ത് ഈ ഒരു കോൺഫ്ലെക്സിൻ്റെ ആ ഒരു മൊരിഞ്ഞിട്ടുള്ള ഒരു കോൺഫ്ലെക്സും കൂടെ കൂട്ടി കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. ഒരുപാട് ഉടഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ പരത്തി വെച്ചിട്ട് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. അപ്പോൾ പഴം അവിടെ വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇടയ്ക്ക് പഴം ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് റവയാണ്. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1.5 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പും അതുപോലെ തന്നെ അതിലേക്ക് കൂടെ 2 ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പിന് മുകളിലായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ ഒരു സമയം പഴം നന്നായിട്ട് വെന്ത് കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഈ ഒരു ബാറ്റർ ഒരുപാട് കട്ടിയായിട്ട് പോകരുത്, കുറച്ചൊരു ലൂസായിട്ടാണ് ബാറ്റർ വേണ്ടത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് ഒരു 15-20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ നേരത്തെ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള തവ ആയത് കാരണം അടി പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇനി അഥവാ കുക്കറിലാണ് ചെയ്തെടുക്കുന്നതുണ്ടെങ്കിൽ കുക്കറിൻ്റെ താഴ്ഭാഗത്ത് പഴയ അലൂമിനിയത്തിൻ്റെ അടപ്പുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുകളിലായിട്ട് കുക്കർ വെച്ചിട്ട് ചുട്ടെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ കറക്റ്റായിട്ട് വെന്ത് മുകൾ ഭാഗമൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കളർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് സ്പ്രെഡാക്കിയിട്ടുള്ള ഒരു പാനിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ ഈ ഒരു സ്റ്റെപ്പ്. മുകൾ ഭാഗം കാണാനൊരു ഭംഗിക്കും മുകൾ ഭാഗം ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.